ഓഗസ്റ്റ് ഓഫർ 1940. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ലിൻ ലിത്ഗോ. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് 1940 ഓഗസ്റ്റ് 8. രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹകരണങ്ങൾ തേടുന്നതിനു വേണ്ടി നടത്തിയ പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ. ഇന്ത്യക്കൊരു ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വച്ചു. ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് പുത്രികാരാജ്യ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭയും രൂപവത്കരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകി. ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയിയുടെ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകി. കോൺഗ്രസും മുസ്ലിം ലീഗും ഈ വാഗ്ദാനത്തെ എതിർക്കുകയാണുണ്ടായത്. അതോടെ ഇത് പരാജയപ്പെട്ടു. ക്രിപ്സ് മിഷൻ 1942. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റി. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ സർ സ്റ്റഫോർഡ് ക്രിപ്സ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1942 മാർച്ച് 22. ഇന്ത്യക്കൊരു ഭരണഘടന നിർമ്മിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നൽകാനാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രികാരാജ്യ പദവി നൽകാമെന്ന ആശയം ക്രിപ്സ് മിഷൻ മുന്നോട്ട് വച്ചു. കോൺഗ്രസും മുസ്ലിം ലീഗും എതിർത്തതിനാൽ ക്രിപ്സ് മിഷൻ ഒരു പരാജയമായി മാറി. വേവൽ പ്ലാൻ 1945. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ്രോയി വേവൽ പ്രഭു. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷം 1945 ജൂൺ 14. വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്നത് സിംല കോൺഫറൻസ് 1945. വേവൽ പ്ലാനിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ: ഹിന്ദു മുസ്ലിം തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഇടക്കാല ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കും. പ്രതിരോധമൊഴികെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഭരണ സ്വാതന്ത്ര്യം ഇടക്കാല സർക്കാരിന് നൽകും. ക്യാബിനറ്റ് മിഷൻ 1946. ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാൻ ലേബർ ഗവൺമെൻറ് 1946 ഇന്ത്യയിലേക്ക് അയച്ച കമ്മിറ്റിയാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷൻ കറാച്ചിയിലെത്തിയ വർഷം 1946 മാർച്ച് 23. ക്യാബിനറ്റ് മിഷൻ ഡൽഹിയിലെത്തിയ വർഷം 1946 മാർച്ച് 24. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ വൈസ്രോയി വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ പെത്വിക് ലോറൻസ്. അദ്ദേഹം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1946 മെയ് 16. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ വർഷം 1946 ജൂൺ 29. ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച ശുപാർശകൾ: ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യക്കൊരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക, ഒരിടക്കാല ഗവൺമെൻറ്റിനെ രൂപീകരിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക.